ഹായ് ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമാവേൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ടു ലൈസ് റിലിമിനോ എന്നൊരു കൊറിയൻ മൂവിയാണ്. കഥ ആരംഭിക്കുന്നത് നമ്മുടെ ഹീറോയായ സിയോയെ കാണിച്ചുകൊണ്ടാണ്. സിയോ കാഴ്ചപരിമിതിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവന് 95% കാഴ്ചയില്ല. ഒരു ചെറിയ 5% കാഴ്ച കൊണ്ടാണ് അവൻ അവൻ്റെ ലൈഫ് മുന്നോട്ട് പ്രതീക്ഷയിൽ കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് സിയോയെ കാണുന്ന ഒരാൾക്ക് അവൻ കാഴ്ചശക്തിയില്ലാത്ത ഒരാളാണ് എന്ന് മനസ്സിലാകില്ല. കാരണം ആ രീതിയിലാണ് അവൻ പെരുമാറുന്നത്. തനിക്ക് കാഴ്ചശക്തിയില്ല എന്നത് മറ്റുള്ളവർ അറിഞ്ഞ ആ രീതിയിൽ സിമ്പതി ലഭിക്കുന്നതൊന്നും അവന് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ഫോട്ടോ ക്ലിപ്പിൽ വെച്ചാണ് അന്ന് അവിടെ ഒരു ക്ലാസ്സിനായി എത്തുന്ന സിയോ ഹീറോയിനായ ആനിനെ കണ്ടുമുട്ടുന്നത്. ആനും കാഴ്ചപരിമിതിയുള്ള ഒരു പെൺകുട്ടിയാണ്. തന്റെ അടുത്തൊരു കാൽപെരുമാറ്റം ശ്രദ്ധിക്കുന്ന സിയോ ഇവിടെ അടുത്തുള്ള ഒരു അസംബ്ലി ഹാളിലെ അവിടെ എത്താനുള്ള വഴിയേതാ എന്ന് തിരക്കുമ്പോൾ എന്നോട് വന്നു, ഞാനും അങ്ങോട്ട് എന്ന് പറഞ്ഞ് ആൻ സിയോയെ കൂടെ വിളിക്കുന്നു. അങ്ങനെ നടന്നവർ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുന്ന നേരത്താണ് അവന് സ്റ്റെപ്പ് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തട്ടി വീഴാതെ ഇരിക്കാനായി ഫീൽ ചെയ്യാനായി തട്ടി കയറുന്നത് ശ്രദ്ധിക്കുന്ന അവന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അവള് എന്റെ കയ്യിൽ പിടിച്ചോ, നിങ്ങൾക്ക് കാഴ്ചശക്തി ഇല്ലാത്തതല്ലേ, തട്ടിമറിഞ്ഞ് വീഴണ്ട എന്ന് പറയുന്ന ടൈം അവന് അത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അനിനെ നോക്കി സിയോ നിൽക്കുമ്പോൾ അത് താൻ അവനെ കളിയാക്കാനോ കൊച്ചാക്കാനോ പറഞ്ഞതല്ല, അവനെ പറ്റിയുള്ള പേടി കൊണ്ട് പറഞ്ഞതാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ അപ്പോൾ അവൾക്ക് കഴിയില്ലല്ലോ. എന്തായാലും അവളാകട്ടെ എങ്ങനെ ഏസിൽ പിടിച്ചു വെറുതെ തട്ടിമറിഞ്ഞ് വീഴണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. അവനുമായി അസംബ്ലി ഹാളിന്റെ അവിടെ എത്തുന്നു. അവിടെ ഒരു ഫോട്ടോഗ്രാഫ് ക്ലാസ് ആണ് നടക്കുന്നത്. ആ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ടാണ് സിയോ എത്തിയിരിക്കുന്നത്. കൂടാതെ ആനും ആ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. അവിടെ ഈ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പഠിക്കാൻ വന്നിരിക്കുന്നവരിൽ കൂടുതലും ഇതേപോലുള്ള കാഴ്ചപരിമിതിയുള്ള ആളുകളാണ്. ഇപ്പോൾ പുതിയതായി അവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന സിയോ അവനെ പരിചയപ്പെടുത്തുന്നു. അതേസമയം തന്നെ അവന് മറ്റുള്ളവരെ പരിചയപ്പെടാനായി അവിടെ ഒരു ചെറിയ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ആ ടൈമിലാണ് അവന് മനസ്സിലാകുന്നത് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സഹായിച്ച ആനെന്ന പെൺകുട്ടിക്ക് കാഴ്ചയ്ക്ക് ശരിക്കും പ്രോബ്ലം ഉള്ള ഒരാളാണെന്ന്. അവൾ മുന്നേ തന്നോട് കള്ളം പറഞ്ഞതൊന്നുമല്ല, അവളോട് ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല എന്ന കാര്യം അവന് മനസ്സിലാകുന്നു. കൂടാതെ ഒരു കണ്ണിന് മങ്ങിയ കാഴ്ചയുമാണ് ഉള്ളതെന്നും 7 വയസ്സിലാണ് അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അകത്തുള്ള ചെറിയൊരു ക്ലാസ്സിന് ശേഷം അവനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കാനായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഫോട്ടോ എടുക്കാനായി എപ്പോഴും കാഴ്ചശക്തി വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. മനോഹരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കണ്ണുകളെക്കാളേറെ നമുക്ക് നമ്മുടെ തൊട്ടറിയാനുള്ള ആ ഒരു കഴിവ് വഹിക്കാം. അങ്ങനെ തൊട്ടറിഞ്ഞ് മനോഹരമായ കാര്യങ്ങളെ അടുത്തെറിഞ്ഞ് ഫോട്ടോസ് എടുക്കാം എന്ന് എല്ലാം ഇതിന്റെ നടത്തിപ്പുകാരനായ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ ടൈമിലാണ് നമ്മൾ കാണുന്നത് അവിടെ ഫോട്ടോഗ്രാഫ് പഠിക്കുന്ന ആളുകൾ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഈ കാണുന്ന ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. അവർ രണ്ടുപേർക്കും കാഴ്ചശക്തിയില്ല. അവരുടെ ആ ഒന്നിച്ചുള്ള ലൈഫ് കാഴ്ചശക്തി രണ്ടുപേർക്കുമില്ല എന്നതൊരു വലിയ കുറവായി കാണാതെ അവർ അതിനെ എങ്ങനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി എൻജോയ് ചെയ്യാമെന്ന രീതിയിലാണ് ഫോട്ടോ ഒക്കെ ഇപ്പൊ എടുക്കുന്നത് എന്ന് പഠിക്കാനായി വന്നത്. ഇതേ ടൈമിൽ ഈ പയ്യനെ കണ്ടു. അവന് കാഴ്ചശക്തിയില്ല. അവനെല്ലാത്തിനും കൂട്ടായി ഒരു മോട്ടിവേഷനായി ഈ കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിക്കുന്നതും അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം അതിലും കൂടെ കൊണ്ടുപോകുന്നത് അവന്റെ അമ്മയാണ്. അങ്ങനെ ഓരോരുത്തരായി പേരായി ഫോട്ടോഗ്രാഫൊക്കെ മനസ്സിലാക്കാനായി ഫോട്ടോ എടുക്കുന്ന സമയത്ത് സിയോയും ആനും ഒന്നിച്ചാണ് ഉള്ളത്. അവരങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിൽ ഫോട്ടോ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുന്നു. ഇത് കണ്ട് അതുവഴി വരുന്ന ഒരാൾ ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങൾ കാഴ്ചശക്തി ഇല്ലാത്തവരല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ ഫോട്ടോ എടുക്കാൻ കഴിയും, പിന്നെ ഞങ്ങൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് അതിൻ്റെതായ ഭംഗിയാളും എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയ കാഴ്ചശക്തി ഇല്ലാത്ത ഒരു ഫോട്ടോഗ്രാഫറുടെ ഉദാഹരണം എല്ലാം ആൻ അയാളോട് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ സിഗ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. മുന്നേ ആനിനോട് സംസാരിക്കാൻ മടി കാണിച്ച സിയോ അവൾ തന്നെ കളിയാക്കിയതല്ല, അവൾക്കും കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവളോട് സംസാരിക്കാൻ മടി കാട്ടുന്നില്ല. അവൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അവനോട് തിരക്കുമ്പോൾ, ഞാൻ ഈ പിയാനോ റെഡിയാക്കുന്ന ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് സിയോ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾ, പിയാനോ റെഡിയാക്കുന്നവർക്ക് പിയാനോ നന്നായിട്ട് വായിക്കാനും അറിയായിരിക്കുമല്ലോ എന്ന് തിരക്കുമ്പോൾ, അറിയാമായിരുന്നു, എന്നാൽ എന്റെ ലൈഫ് എനിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിന് മുന്നേ വരെ ഞാൻ നന്നായി പിയാനോ വായിക്കുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ അതൊക്കെ വെറുത്തു. പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് അവൻ നിരാശയോട് കൂടി പറയുന്നു. ശേഷം അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് തിരക്കിയപ്പോൾ അവൾ സ്മെല്ലുകളുടെ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറയുകയാണ്. അവൾ ഒരു പെർഫ്യൂമർ ആണ്. അപ്പൊ തന്നെ അവൻ അടുത്ത് നിൽക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് എന്നവൾ അവനെ കമ്പയർ ചെയ്യുന്നു. എന്തായാലും അന്ന് ഫോട്ടോഗ്രാഫ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം തന്റെ പിയാനോ മെക്കാനിക് ഷോപ്പിലേക്ക് പോകുന്ന സിയോ അവിടെ നിൽക്കുന്ന ടൈമിൽ ആൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു. പിയാനോ വായിക്കുന്നതിനെ പറ്റി അവളോട് സംസാരിച്ചത് ഇപ്പോൾ ഓർക്കുന്ന അവൻ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സിയോയ്ക്ക് അതൊന്ന് വായിച്ചു നോക്കണമെന്ന് തോന്നുന്നു.
അവൻ അങ്ങനെ അതിലൂടെ വിരലുകൾ ഓടിക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പനും ശ്രദ്ധിക്കുന്നു. ആ അപ്പൂപ്പൻ സിയോയെ പോലെ തന്നെ കണ്ണിന് പ്രശ്നമുള്ള ഒരാളാണ്. അദ്ദേഹം അവനോട് വർഷങ്ങൾക്ക് ശേഷം പിയാനോ ഇപ്പോൾ വായിച്ചത് എന്തുകൊണ്ട് എന്നെല്ലാം തിരക്കുന്നുണ്ട്. ഇവിടെ നിരവധി പിയാനോകൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും തന്നെ സിയോ അങ്ങ് വായിച്ചു നോക്കാറില്ല. അതുകൊണ്ട് തന്നെ സിയോക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതായത് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പൂപ്പനും തോന്നുന്നു. അങ്ങനെ കുറെ അധികം നേരം സിയോ അപ്പൂപ്പനോട് കാര്യം പറഞ്ഞിരിക്കുന്നു. പിന്നീട് അടുത്ത ദിവസം വീണ്ടും ഫോട്ടോഗ്രാഫി ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് സിയോയുടെ ഫോട്ടോ എടുക്കണം എന്ന് ആനയൊരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൾ ആ ക്ലാസ്സിൽ നടത്തിപ്പുകാരന്റെ അസിസ്റ്റന്റിനെയും കൂടി വിളിച്ചു നിർത്തി സിയോയുടെ ഒരു ഫോട്ടോ എടുക്കാനായി ഹെൽപ്പ് ചോദിക്കുകയാണ്. സിയോട് പറഞ്ഞാൽ അവൻ നിന്ന് തരില്ല എന്ന് തോന്നിയത് കൊണ്ട് അവൻ അറിയാതെ ഫോട്ടോ എടുക്കാനാണ് അവരുടെ പദ്ധതി. അങ്ങനെ കറക്റ്റായി അവൻ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും അസിസ്റ്റന്റ് അവനെ വിളിക്കുകയും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നു. പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തത് എന്താണ് ഇനി സംഭവിക്കുന്നത്, ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത കാര്യം നമ്മുടെ സിയോയ്ക്ക് മനസ്സിലായോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് അടുത്ത പാർട്ടി കാണാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഡ്രാമ വേൾഡ് ലവ് യു ആൾ.